രാഷ്ട്രീയ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ ചില ആൾക്കാർ മമ്മൂക്കയെ വിമർശിക്കാൻ വേണ്ടി നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരതിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ലാലേട്ടനെയും കൂടെ കൂട്ടുപിടിക്കും. ഈ കൂട്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, മമ്മൂക്കയും ലാലേട്ടനെയും ഒരുമിച്ച് പറയുന്നു. പക്ഷേ അവർ പറഞ്ഞു വരുന്നത് കേട്ടാൽ ഈ ലാലേട്ടനെ കൂട്ടുപിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കയെ വിമർശിക്കാൻ വേണ്ടിയിട്ട് മാത്രമോ, അതായത് മമ്മൂക്കയെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില വീഡിയോകൾ നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പക്ഷേ ഇന്നും ഞാൻ അത്തരത്തിലുള്ളൊരു വീഡിയോ യാദൃശ്ചികമായിട്ട് കാണാനിടയായി. അപ്പം അതിനകത്ത് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ വെച്ചാൽ മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും ഏതാണ്ട് സിനിമയിലുള്ള ഒരു വലിയ ഹീറോസ് എന്നുള്ള രീതിയിലുള്ള അവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നുള്ള രീതിയിലും മറ്റു പലരും ഇവിടെ ഒരു തുടർച്ചയായിട്ടുള്ള സിനിമകളുടെ വിജയത്തോടുകൂടി ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ള രീതിയിലൊക്കെ കണ്ട് ഇപ്പം നമുക്ക് അങ്ങനെ പറയാനാണെങ്കിൽ ഇപ്പം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയുടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും വലിയ രീതിയിലുള്ള വിജയങ്ങളാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂക്കയുടെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2022, 2023, 2024 എടുക്കുമ്പോഴത്തേക്ക് തന്നെ തുടർച്ചയായിട്ടുള്ള 50 കോടി ക്ലബ്ബിൽ മമ്മൂക്കയുടെ ഓരോ സിനിമാ വീതം 22-ലും 23-ലും 24-ലും കയറിയിട്ടുണ്ട്. മാത്രമല്ല മമ്മൂക്ക ഈ അടുത്ത കാലത്തൊന്നും ഒരു തരത്തിലുള്ള പരാജയങ്ങളും അറിയാത്ത ഒരു നായകനാണ്. പിന്നെ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കുറച്ച് സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇടയ്ക്കൊരു നേരം എന്ന് പറയുന്നൊരു വിജയം കിട്ടി. പിന്നെ വീണ്ടും മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയിലൂടെ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു ആ സിനിമ പരാജയപ്പെട്ടു പോയി. പക്ഷേ ഇനിയും നല്ല നല്ല സിനിമകൾ വരുന്നുണ്ട്. ഈ വിജയിച്ചു എന്ന് പറയുന്ന നടന്മാരുടെ സിനിമകൾ നമ്മൾ എടുത്താൽ ഒരു സ്ഥിരതയാർന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആരുടെ സിനിമയും ഇല്ല. ഇപ്പം ഏതെങ്കിലും ഒരു സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് പോകും എന്നും പറഞ്ഞുകൊണ്ട് ആ നായകൻ്റെ സിനിമകൾ തുടർച്ചയായിട്ട് വിജയിച്ച് നിൽക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു നായകനും ഇല്ല. ഇപ്പം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്താണെങ്കിൽ സൗബിനുണ്ട്, പക്ഷേ അതിനകത്ത് ഒരുപാട് താരങ്ങളും ഉണ്ട്. ഇവരെ ആരെയും നമുക്കൊരു സ്ഥിരതയാർന്ന പെർഫോമൻസ് എല്ലാ സിനിമയ്ക്കകത്തും കാഴ്ചവെക്കുന്ന ആൾക്കാരാണെന്ന് പറയാൻ പറ്റത്തില്ല. 2018 എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു മൾട്ടി സ്റ്റാറർ ചിത്രമാണത്. ടൊവിനോ തോമസിനും ആസിഫ് അലിക്കും ഏതാണ്ട് തുല്യ പ്രാധാന്യവും പിന്നെ നരേനെ പോലുള്ള, കുഞ്ചക്കോവനെ പോലുള്ള, വിനീത് ശ്രീനിവാസനെ പോലുള്ള അങ്ങനെയുള്ള മറ്റു കുറച്ച് താരങ്ങളും, കുഞ്ചക്കോവനെ പോലുള്ള കുറച്ച് താരങ്ങളും ഒക്കെ അല്ലാതെ ആ സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. ഇതിനകത്ത് ഇവരാരും ഒരു സ്ഥിരതയാർന്ന പെർഫോമൻസ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്ന ആൾക്കാരല്ല, ഒരാളെ എടുത്താൽ പോലും. അതുപോലെ നമുക്ക് പൃഥ്വിരാജിനെ പറയാനാണെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള കുറച്ച് സിനിമകൾ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പം അതിനകത്ത് തീർപ്പെന്നും പറഞ്ഞൊരു സിനിമയുണ്ട്. അതൊരു വലിയ വിജയമായ സിനിമയല്ല. ഗോൾഡ് എന്ന് പറയുന്ന സിനിമ ഒരു വലിയ വിജയമല്ല. കാപ്പ എന്ന് പറയുന്ന സിനിമ ഒരു വലിയ വിജയമല്ല. കാപ്പ ഒരു 50 കോടി ക്ലബ്ബിലൊക്കെ എത്തിയെന്ന് പറയുമ്പം കാപ്പ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ യഥാർത്ഥ കളക്ഷൻ എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. പക്ഷേ കടുവ എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസിൽ വിജയിച്ചിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് അതിനെ ഞാൻ പറയുന്നില്ല. അങ്ങനെ സ്ഥിരതയാർന്ന പെർഫോമൻസ് ഒന്നും ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്ന ആൾക്കാരല്ല ഇവരാരും. നമുക്കിപ്പോൾ മലയാളത്തിൽ തുടരെ സിനിമകൾ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്ന നായകൻ ഇപ്പോൾ ഫഹദ് ഫാസിലാണെങ്കിലും ഇപ്പോൾ ഒരു ആവേശം എന്ന് പറയുന്ന സിനിമ ഒരു വലിയ ഹിറ്റായെങ്കിലും കഴിഞ്ഞ പുറകോട്ട് നോക്കുമ്പോഴത്തേക്ക് ഫഹദ് ഫാസിലും ഒരു തുടർച്ചയായിട്ടുള്ള വിജയ ചിത്രങ്ങൾ മാത്രം തന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറൊന്നുമല്ല. അപ്പം അതുകൊണ്ട് ഇവരെ ആരെയും വെച്ചിട്ട് മമ്മൂക്കയോ ലാലേട്ടനോ വിലയിരുത്തണ്ട. മമ്മൂക്കയോ ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നും, അതായത് എനിക്ക് തോന്നുന്നു ഈ പോക്ക് പോവുകയാണെങ്കിൽ പണ്ട് പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ മലയാള സിനിമയുടെ അവസ്ഥ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനെ പോലെ ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കാലത്ത് കുറച്ച് പ്രായമായവർ കളിച്ചുകൊണ്ടിരുന്ന ഒരു ക്രിക്കറ്റ് ടീമായിരുന്നത്. കാര്യം ചെറുപ്പക്കാരൊന്നും കാര്യമായിട്ട് അന്ന് ആ ടീമിലില്ലാത്തപ്പോൾ അതേ അവസ്ഥ മലയാള സിനിമയ്ക്കും വരും എന്ന് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ന് വെച്ചാൽ മമ്മൂക്കയും ലാലേട്ടനും ഇത് പൃഥ്വിരാജ് പറഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ്, എന്നിട്ട് അന്നും പൃഥ്വിരാജ് പറഞ്ഞ മമ്മൂക്കയും ലാലേട്ടനും ഇപ്പോഴും ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്കത് അന്നത്തെ ഓസ്ട്രേലിയൻ ടീം അല്ലെങ്കിൽ ഭാവിയിൽ ഓസ്ട്രേലിയൻ ടീം അങ്ങനെ ആയി തീരാൻ പോകുന്നു എന്ന് പൃഥ്വിരാജ് പറഞ്ഞത് ശരിയായോ? ഒരിക്കലും ശരിയായില്ല. കാര്യം മമ്മൂക്കയും ലാലേട്ടനും തന്നെ ഇപ്പോഴും മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള, മമ്മൂക്ക ഏറ്റവും കൂടുതൽ വിജയങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന നായകനാണ്. നമുക്കറിയാം ഒരു സ്ഥിരതയാർന്ന പെർഫോമൻസ്, ഒരു വിജയം എന്ന് പറയുന്നത് അതിപ്പോൾ ഒരു സ്പോർട്സിലാവട്ടെ സിനിമയിലാവട്ടെ എവിടെയോ ആയിക്കോട്ടെ, സ്ഥിരതയാർന്ന ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളെയാണ് ആളുകൾക്ക് എപ്പോഴും ആവശ്യം. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ക്രിക്കറ്റിലാണെങ്കിൽ തന്നെ നിരന്തരമായിട്ട്, അതായത് ഒരു 50 റൺസ് വീതം സ്കോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ആവറേജ് ഒരു 50 റൺസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു താരം ഉണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു കളിയിൽ വന്ന ഒരാൾ സെഞ്ചുറി അടിച്ചെന്നും പറഞ്ഞുകൊണ്ട് അയാളാവോ ഏറ്റവും വലിയ ഇന്ത്യൻ ടീമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് ടീമിൽ ഏറ്റവും പ്രധാനി? അങ്ങനെ ഒരിക്കലും ആവത്തില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് മമ്മൂക്കയുടെ ഒരു ക്രിസ്റ്റഫർ എന്ന് പറയുന്ന സിനിമ മാറ്റി നിർത്തിയാൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും നിർമ്മാതാവിന് ലാഭമാക്കി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ബോക്സ് ഓഫീസിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു നായകനാണ് അല്ലെങ്കിൽ നടനാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം അതിനിടയ്ക്കൂടെ തള്ളു കളക്ഷൻ, ഏതോ ഒരു ആരാധന കണ്ടോ ഏതൊരു യൂട്യൂബറുടെ വീഡിയോയ്ക്കകത്ത് കണ്ടോ മമ്മൂക്ക തള്ളിനൊപ്പം നിൽക്കാത്തത് കൊണ്ടാണ് മമ്മൂക്കയ്ക്ക് 100 കോടി ഇല്ലാത്തതെന്ന് പറഞ്ഞെന്ന്.
അപ്പോൾ അതിനെയും പരിഹസിക്കുന്നുണ്ട്. മാമാങ്കം 135 കോടി തള്ളിയില്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ ഇദ്ദേഹം ലൂസിഫർ ആദ്യം തള്ളിക്കയറ്റി 200 കോടി കണ്ടില്ലേ, പുലിമുരുകൻ ആദ്യം തള്ളിക്കയറ്റിക്കൊണ്ടുപോയി ഇദ്ദേഹം കേട്ടില്ലേ, ദൃശ്യം എന്ന് പറയുന്ന സിനിമ തള്ളിക്കയറ്റി ആദ്യം 100 കോടി വരെ പോയിട്ട് ഇപ്പോൾ 63 കോടി നിൽക്കുന്ന ഇദ്ദേഹം കണ്ടില്ലേ, ഒപ്പം എന്ന് പറയുന്ന സിനിമ തള്ളിക്കയറ്റി എൻ്റെ 52 കോടിയിൽ എത്തിച്ചത് ഇദ്ദേഹം കണ്ടില്ലേ, മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറയുന്ന സിനിമ തള്ളിക്കയറ്റി 50 കോടിയിൽ ക്ലബ്ബിൽ എത്തിച്ചത് ഇദ്ദേഹം കണ്ടില്ലേ. അപ്പോൾ അതൊന്നും പറയാത്ത എന്താ? പിന്നെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഇനി വലിയ വിജയം നേടിയെടുക്കാൻ മമ്മൂക്കയ്ക്ക് അസാധ്യമായിരിക്കുമെന്ന്. മമ്മൂക്കയുടെ വിജയം ഇങ്ങനെ പല പ്രാവശ്യം പലരും പറഞ്ഞെടുത്തെന്നാണ് എല്ലാവരുടെയും കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് മമ്മൂക്ക പല പ്രാവശ്യം പല സിനിമകളിൽ വലിയ വിജയം ആവർത്തിച്ച്. ഇപ്പം ചില ആൾക്കാർ മമ്മൂക്കയെ പറഞ്ഞ കണക്ക് ഇപ്പം പ്രമേയം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സിനിമ പരാജയമാവുമെന്ന് പറഞ്ഞിട്ടുള്ള ചില ആൾക്കാരുണ്ട്. കാര്യം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം പൈസ തിരിച്ചു പിടിച്ചാൽ മാത്രമേ മമ്മൂക്കയുടെ സിനിമ വിജയമാവത്തുള്ളൂ എന്ന് പറഞ്ഞ മാന്യന്മാരും ഉണ്ട്. അപ്പം ഈ മമ്മൂക്കയും ലാലേട്ടനെയും കൂടെ ഒരുമിച്ച് പറയുന്നു എന്ന് കാണിച്ചിട്ട് ഒരു വീഡിയോയ്ക്കകത്ത് മമ്മൂക്കയെ നിരന്തരം ആക്ഷേപിക്കുക, ലാലേട്ടനെ കുറിച്ച് എങ്ങും നമ്മൾ പറഞ്ഞത് തൊട്ടില്ല എന്നുള്ള രീതിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന പരിപാടി. പിന്നെ പറയുന്നത് മമ്മൂക്കയ്ക്ക് മാസ് കാണിക്കാൻ പറ്റത്തില്ലെന്ന് മമ്മൂക്ക ഏതോ ഒരു സിനിമയുടെ ടീസറിനോ ട്രെയിലറിനോ ഏതോണ്ട് ലോഞ്ച് ചെയ്ത സമയത്ത് പറയുന്നത്. മമ്മൂക്ക അത്തരത്തിൽ പറഞ്ഞിട്ട് നമ്മൾ ആരും കേട്ടില്ല. മമ്മൂക്ക പറഞ്ഞത് എന്നെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തിയിട്ടുള്ള, അത് മമ്മൂക്കയാണോ വൈശാഖ പറഞ്ഞിട്ട് ആരോ പറഞ്ഞു ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല മമ്മൂക്കയുടെ കയ്യിൽ കുറച്ച് മുറിവുകൾ ഉണ്ടായിരുന്നു, ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് ആ ഫൈറ്റ് സീനകത്ത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മുറിവ് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ ഈ പടത്തിലാണ് എന്ന് മമ്മൂക്കയോ അല്ലെങ്കിൽ വൈശാഖോ ആരോ പറഞ്ഞു. അതുകൊണ്ട് മമ്മൂക്ക മാസ് ചെയ്യത്തില്ലെന്നല്ല എൻ്റെ അർത്ഥം. മമ്മൂക്ക പറഞ്ഞിട്ടുമില്ല മാസ് ചെയ്യത്തില്ലെന്നോ തനിക്ക് അങ്ങനെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും മമ്മൂക്കയ്ക്ക് ഉണ്ടെന്ന് മമ്മൂക്ക ഒരിടത്തും പറഞ്ഞില്ല. അങ്ങനൊന്നും പറഞ്ഞ് വ്യാഖ്യാനിച്ച് ആരും കഷ്ടപ്പെടുകയും വേണ്ട. ഇപ്പം കാതലിൻ്റെ പ്രൊമോഷൻ സമയത്ത് ടർബോയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു മാധ്യമപ്രവർത്തകനോട് എന്തു വേണമെന്ന് മമ്മൂക്ക ചോദിച്ചപ്പം ഇടിയോടിടി വേണമെന്ന് ആ മാധ്യമപ്രവർത്തകൻ പറഞ്ഞപ്പം തരാമെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. അല്ലാതെ തരത്തില്ലെന്നോ എന്നെ കൊണ്ടാവത്തില്ലെന്നോ എനിക്കിനി അത് പറ്റത്തില്ലെന്നോ അല്ല മമ്മൂക്ക പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി ഇവർ മനസ്സിലാക്കണം, ഈ ടർബോ എന്ന് പറയുന്ന സിനിമ റിലീസിന് കാത്തിരിക്കുന്ന സിനിമയാണ്. അതായത് മമ്മൂക്ക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അത് ഈ അടുത്ത സമയത്ത് ചെയ്തു തീർത്ത ഒരു സിനിമയാണ് ടർബോ. അതിനകത്ത് വളരെ നല്ല രീതിയിൽ അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ റിപ്പോർട്ടുകൾ. അപ്പം മാസായിട്ടും അദ്ദേഹം ആക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മാസ് കഥാപാത്രമാണ് അതിനകത്ത് ജോസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ പ്രകടനങ്ങൾ കാഴ്ചവെച്ച മമ്മൂക്കയെക്കുറിച്ച് മമ്മൂക്ക എപ്പോഴോ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഒരു ജഡ്ജ്മെൻറ്റിൽ അങ്ങ് എത്തുക, മമ്മൂക്കയെ കൊണ്ട് ഇനി അത് പറ്റത്തില്ല. കേട്ടാൽ തോന്നും ടർബോ എന്ന് പറയുന്നത് 4-5 വർഷം മുമ്പ് കണ്ടെടുത്ത സിനിമയാണ്. അല്ലല്ലോ, ടർബോ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം ഷൂട്ട് ചെയ്ത് തീർത്ത് റിലീസിന് ഒരുങ്ങിയിരിക്കുന്ന സിനിമയാണ്. അപ്പം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ മമ്മൂക്ക പ്രായത്തിനനുസരിച്ചിട്ടുള്ള രീതിയിലേക്ക് മാറിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്താ പറഞ്ഞതെന്ന്. ഇപ്പം കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു റിട്ടയർമെൻറ്റ് എത്താറായിരിക്കുന്ന ഒരു ASI ആയിട്ടാണ് സമ്മതിച്ചു. പക്ഷേ കണ്ണൂർ സ്ക്വാഡിനകത്ത് മമ്മൂക്ക ഫൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മമ്മൂക്ക എന്തുമാത്രം സ്ട്രെയിൻ എടുത്ത് എന്തും വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് മമ്മൂക്ക അതിനകത്ത് ഫൈറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ. പക്ഷേ മമ്മൂക്ക എത്ര ഭംഗിയായിട്ട് അതിനകത്ത് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പ്രായത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ലുക്ക് കൊണ്ടാണെങ്കിൽ ഒരു പ്രമേയം പറയാം. അപ്പോൾ ഒരു പടം വെച്ചിട്ടാണ് മമ്മൂക്ക ജഡ്ജ് ചെയ്യുന്നത്. ഇപ്പം ടർബോ ജോസ് എന്ന് പറയുന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ബസുക്കയിലെ ക്യാരക്ടർ, അല്ലെങ്കിൽ ഏതൊക്കെ ക്യാരക്ടറാണ് മമ്മൂക്ക ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവുന്ന പോലെയല്ലേ അങ്ങ് ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നുമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ആ തലക്കെട്ട് തന്നെ മമ്മൂക്കയെ ലാലേട്ടനെയും കൂടെ കൂട്ടുപിടിച്ചിട്ട് അതിൻ്റെ ക്യാപ്ഷൻ തന്നെ പിടിച്ചിട്ട് മമ്മൂക്കയെ എങ്ങനെ ആക്ഷേപിക്കാമെന്ന് വിചാരിക്കുന്ന പരിപാടികളുള്ള ചില ആൾക്കാർ. അതൊക്കെ പിന്നെ അതിനകത്ത് പറയുന്നത് പൃഥ്വിരാജ് മലയാളത്തിലെ ഇപ്പോഴത്തെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയൊക്കെ കാലം കഴിഞ്ഞ രീതിയിൽ എടുക്കുകയാണെങ്കിൽ പൃഥ്വിരാജാണ് ടോപ്പ്. ദുൽഖറിൻ്റെ ആരാധകർ അത് സമ്മതിച്ചു കൊടുക്കത്തില്ല. ദുൽഖറും പൃഥ്വിരാജും ഫഹദ് ഫാസിലുമാണ് മലയാളത്തിലെ ടോപ്പായിട്ടുള്ള 3 ആൾക്കാർ. അതിൽ ഫഹദ് ഫാസിൽ ഒരു 2 സ്റ്റെപ്പും കൂടെ പുറകോട്ട് നിൽക്കും. അങ്ങനെ വരുമ്പോൾ ദുൽഖറും പൃഥ്വിരാജും തമ്മിലെയാണ്. പിന്നെ പൃഥ്വിരാജിനെ 1ാം സ്ഥാനത്തൊന്നും സമ്മതിച്ചു കൊടുക്കാൻ ദുൽഖർ ആരാധകർ തയ്യാറാവാത്തതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പൃഥ്വിരാജ് മലയാളത്തിൽ മാത്രം സിനിമ ചെയ്യുന്ന ആളാണ്. മലയാളത്തിൽ മാത്രം സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അന്യഭാഷയിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ സഹനടനായിട്ടോ വില്ലനായിട്ടോ ഉള്ള റോള്. ഇപ്പോൾ സലാർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അദ്ദേഹം നായകനാണോ? അല്ല. ഇപ്പോൾ ബഡേ മിയാൻ ചോട്ടാ മിയാൻ എന്ന് പറയുന്ന ഹിന്ദി സിനിമയ്ക്കകത്ത് അദ്ദേഹം നായകനാണോ? അല്ല. അപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് സഹനടൻ വേഷമോ വില്ലൻ വേഷമോ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ വെച്ചിട്ട് ഇപ്പം ഈ ആൾ തന്നെ ഇപ്പം ഇത്രയും പറയുന്ന ആൾ തന്നെ പറയുന്നത് നമ്മുടെ ഒരു സിനിമയുടെ കളക്ഷൻ എടുക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ടാണ്. ഈ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ എടുക്കുന്ന പറഞ്ഞ ആളാണ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞത് മമ്മൂക്കയുടെ സിനിമയുടെ കളക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രം പിടിക്കണമെന്ന്. അപ്പോൾ ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ആൾക്കാർ പറയുന്നത്. അപ്പം നേരെ മറിച്ച് ദുൽഖറിലേക്കും പൃഥ്വിരാജിലേക്കും നമ്മൾ വന്നു കഴിയുമ്പം പോലും ഈ പറയുന്ന കണക്ക് ദുൽഖർ അന്യഭാഷകളിലും നായകനാണ്. അപ്പം നമ്മളൊരു ഇൻഡസ്ട്രി ഹിറ്റ് എടുക്കുന്നത് ഒരു വേൾഡ് വൈഡ് കളക്ഷൻ്റെ പുറത്താണെങ്കിൽ ഒരു താരത്തിനെ വിലയിരുത്തുന്നതും അത് ഒരു ദേശീയ തലത്തിലാണ് നമ്മളൊരു താരത്തിനെ വിലയിരുത്തുന്നത്. അല്ലെ മലയാളത്തിൽ മാത്രം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരം എന്നുള്ള രീതിയിലല്ല ഇന്ത്യൻ സിനിമ ഒരാളെ വിലയിരുത്തുന്നത്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ഹിന്ദിയിലെ സ്റ്റാർസായ സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും അമീർ ഖാനും ഒക്കെ വില കൊടുക്കേണ്ടി വരുമോ? ഒന്നുമില്ല. കാര്യം അവരൊന്നും മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരൊന്നുമല്ല. പക്ഷേ അവർ നമ്മുടെ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ അവർ അംഗീകരിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രശസ്തി കൊണ്ടാണ്. അത് ഹിന്ദി സിനിമയിലാണ് അവർ അഭിനയിക്കുന്നതെങ്കിൽ പോലും. അപ്പോൾ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മറ്റു ഭാഷകളിലെ നായകനാണ്. മലയാളത്തിനോടൊപ്പം ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും എല്ലാം അദ്ദേഹം നായകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അംഗീകരിച്ചു കൊടുത്തെന്ന് വരത്തില്ല. അതിനകത്ത് ഇത്ര വിഷമം വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മമ്മൂട്ടിയിലെയും മമ്മൂക്കയിലേക്കും ലാലേട്ടനിലേക്കും തിരിച്ചു വന്നു കഴിഞ്ഞാൽ മമ്മൂക്കയും ലാലേട്ടനും തന്നെയാണ്. അതായത് ഏറ്റക്കുറച്ചിലുകളുണ്ടെങ്കിലും വിജയപരാജയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുമെങ്കിലും അവർ തന്നെയാണ്. അവരെ വിശ്വസിച്ച് ഒരു നിർമ്മാതാവ് പണം മുടക്കാൻ തയ്യാറാകുന്നത് പോലെ മറ്റാരെയും വിശ്വസിച്ച് മുടക്കാൻ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഈ മമ്മൂക്ക ലാലേട്ടന് തന്നെയാണ് ഇനിയിപ്പോൾ ഈ നമുക്ക് പറയാൻ പറ്റും. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ അടുത്ത ഒരു 3 കൊല്ലം കഴിയുമ്പം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് ശരിയായെന്ന് അന്ന് തോന്നുമെന്ന്. ഈ കാഴ്ചപ്പാട് ഞാൻ മുമ്പേ പൃഥ്വിരാജിൻ്റെ പറഞ്ഞ കണക്ക്, പൃഥ്വിരാജ് 10-12 കൊല്ലം മുമ്പ് പറഞ്ഞിട്ട് പൃഥ്വിരാജിൻ്റെ കണക്ക് കൂട്ടൽ പാടേ തെറ്റിപ്പോയതാ. അപ്പോൾ പിന്നെ ഈ ഒരു പ്രവചനങ്ങൾ സ്വാഭാവികമായിട്ടും 2-3 കൊല്ലം കൂടെ കഴിയുമ്പോൾ മമ്മൂക്കെങ്കിലും ലാലേട്ടന് കുറച്ചുകൂടെ പ്രായമാവും. ചിലപ്പോൾ അതിൻ്റെ പുറത്ത് ചിലപ്പോൾ അവർ സിനിമയിൽ ചിലപ്പോൾ മാറി നിൽക്കുമോ, നമുക്ക് ആ സമയത്ത് അവർ അഭിനയിക്കുകയോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ അവർ തുടരുവാണെങ്കിൽ ഇത്രയും വർഷം തുടർന്ന് അവർ തന്നെ ആയിരിക്കും ആ വർഷങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ പിന്നെ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി ആ സമയത്തേക്ക്. താങ്ക് യു.